വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി കഫാ വസലാമുൻ അലാ ഇബാദിഹിൽ ലദീന ഇസ്തഫാ അമ്മാ ബഅദ്. പ്രിയമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, ന്യൂസ് വണ്ണിന്റെ റമദാൻ നിലാവിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കരകാണ കടല് പോലെ കരകവിഞ്ഞൊഴുകുന്ന കാരുണ്യ പ്രവാഹത്തിന്റെ ഉടമസ്ഥനായ തമ്പുരാൻ വാനലോകത്ത് നിന്ന് ഭൂമിലോകത്തുള്ള മനുഷ്യരാശിക്ക് മുഴുവൻ കാരുണ്യത്തിന്റെ കവാടങ്ങൾ മലർക്കെ തുറക്കപ്പെടുന്ന പരിശുദ്ധവും പുണ്യങ്ങൾ നിറഞ്ഞതുമായ റമദാനിന്റെ ദിനരാത്രങ്ങളിലൂടെയാണ് നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. കാരുണ്യവാൻ ലോകത്തുള്ള മനുഷ്യരാശിക്ക് മുഴുവൻ കാരുണ്യം നൽകപ്പെടുന്ന ഈ പരിശുദ്ധമായ മാസത്തിൽ മനുഷ്യരായ നാമും കാരുണ്യമുള്ളവരായി മാറേണ്ടതുണ്ട്. പരസഹായത്തിന്റെ മാസം എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ മാസത്തെ പരിചയപ്പെടുത്തിയത്. നാം സഹായിക്കുക, മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാതെ കഷ്ടപ്പെടുന്നവൻ, വിഭവസമൃദ്ധമായ ഭക്ഷണ പദാർത്ഥങ്ങൾ കൊണ്ട് നോമ്പ് തുറക്കുമ്പോഴും ഒരു ഈത്തപ്പഴ പോലും കയ്യിലില്ലാതെ, നോമ്പ് തുറക്കാൻ ഒരു കുപ്പി വെള്ളം പോലുമില്ലാതെ കഷ്ടപ്പെടുന്ന എത്രയോ ആളുകൾ, വിഭവസമൃദ്ധമായ ഭക്ഷണം കൊണ്ട് നോമ്പ് പിടിക്കുമ്പോഴും നോമ്പ് പിടിക്കുന്ന സന്ദർഭത്തിൽ ആ നോമ്പ് പിടിക്കാൻ ഒരിറ്റു ആഹാരം ഉള്ളിലേക്ക് ഇറക്കാൻ കഴിയാത്ത അവസ്ഥയിൽ പ്രയാസപ്പെടുന്ന എത്രയോ ആളുകൾ, അവരെയൊക്കെയും കാണേണ്ട ബാധ്യത നമുക്കുണ്ട്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് വയുത്ഇമൂന ത്വആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറ. അവർക്ക് ഏറെ ഭക്ഷണങ്ങൾ ഇഷ്ടപ്പെടുന്ന സന്ദർഭത്തിൽ പോലും അവർ അനാഥകൾക്കും പാവപ്പെട്ടവർക്കും തടവറയിൽ കഴിയുന്നവർക്കും അവർ ഭക്ഷണങ്ങൾ നൽകുന്നവരാണ്. എന്തിനാണെന്നറിയുമോ അവർ നൽകുന്നത്? ആരുടെ പ്രീതിക്ക് വേണ്ടിയാണെന്നറിയുമോ അവർ നൽകുന്നത്? ഇന്നമാ നുത്ഇമുക്കും ലിവജ്ഹില്ലാഹി ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറ. അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടിയാണ്, അവന്റെ തൃപ്തിക്ക് വേണ്ടിയാണ്, അവന്റെ പൊരുത്തത്തിന് വേണ്ടിയാണ് ഭക്ഷണം നൽകപ്പെടുന്നവർ. അവരുടെ നന്ദി രേഖപ്പെടുത്തലിനോ അല്ലെങ്കിൽ അവർ നൽകുന്ന ഏതെങ്കിലും ആശംസകൾക്കോ വേണ്ടിയല്ല, നേരെ മറിച്ച് പടച്ചറപ്പിന്റെ തൃപ്തിക്കും പൊരുത്തത്തിനും വേണ്ടിയാണ് പാവങ്ങളെ സഹായിക്കുന്നത് എന്ന ആ ഒരു ചിന്തയോടുകൂടി സഹായിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അവരെ പോലെയാകാൻ നാം ഓരോരുത്തരും തയ്യാറാകേണ്ടതുണ്ട്. ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, നിന്റെ സഹോദരനെ നീ സഹായിക്കുമ്പോഴെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെയും സഹായിച്ചു കൊണ്ടിരിക്കുമെന്നാണ്. അതുകൊണ്ട് പാവങ്ങളായ, കഷ്ടപ്പാടിന്റെയും പ്രയാസത്തിന്റെയും നീരുറവയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ജനങ്ങളെ കണ്ടെത്തുവാനും മനസ്സിലാക്കുവാനും അവരെ സഹായിക്കുവാനുമുള്ള ചിന്തയും മനസാക്ഷിയും നാം ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതുണ്ട്. കരുണ പറ്റാത്ത മനുഷ്യരായി നാം എന്നും ഈ ഭൂലോകത്ത് ജീവിക്കണം. ഭൂമിലോകത്ത് കരുണമൊത്തം നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആധുനിക ലോകത്ത് കരുണയുള്ളവരായി ഈ കാരുണ്യത്തിന്റെ മാസത്തിൽ നാം ഓരോരുത്തരും മാറേണ്ടതുണ്ട്. ആധുനിക ലോകത്ത് കാരുണ്യത്തിന്റെ സകലമാന സംവിധാനങ്ങളും ഇല്ലായ്മ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ കരുണയുള്ളവരായി മാറാൻ നാം തയ്യാറാകേണ്ടതുണ്ട്. ഇർഹമു മംഫിൽ അർദ് ഇർഹമുക്കും മംഫിസ് സമാ. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക, വാനലോകത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. സഹജീവികളോട്, മനുഷ്യരോട്, എല്ലാവരോടും നാം ഓരോരുത്തരും കരുണയുള്ളവരായി മാറണം. അള്ളാഹുവിന്റെ കാരുണ്യം നൽകപ്പെടുന്ന ഈ പരിശുദ്ധമായ റമദാനിൽ നാം ഓരോരുത്തരും കാരുണ്യമുള്ളവരായി മാറേണ്ടതുണ്ട്, പരസഹായികളായി മാറേണ്ടതുണ്ട്. എല്ലാവരെയും കണ്ടറിഞ്ഞ് അവരെക്കുറിച്ച് മനസ്സിലാക്കി അവരെക്കുറിച്ച് അന്വേഷിച്ച് അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുവാനുള്ള മാനസികാവസ്ഥ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അതിലൂടെയാണ് നമുക്ക് വിജയത്തിന്റെ പാത തെളിയിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല കരുണയുള്ളവരായി മാറി ദുനിയാവിലെ പാവങ്ങളെ സഹായിക്കുന്ന നല്ല മനസ്സിന്റെ ഉടമകളായി ജീവിക്കുവാൻ നാം ഓരോരുത്തർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.